പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. ഒന്ന്, നീ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന്, മറ്റുള്ളവരെ വിധിക്കുന്നതിന്, തിരുത്തുന്നതിന് മുൻപ് നിന്നിലെ തെറ്റുകൾ ആദ്യം തിരുത്തുവാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമതായിട്ട് ഈശോ പറയുന്നു, നിൻ്റെ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നിൻ്റെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വരിക എന്ന്. ആദ്യത്തെ ഈ ചിന്ത, നമ്മളുടെ തെറ്റുകൾ നമ്മൾ മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പ് നമ്മളെ തന്നെ തിരുത്തുവാൻ ഈശോ ആവശ്യപ്പെടുന്നു. അന്യൻ്റെ കണ്ണിലെ കരട് എടുക്കുന്നതിന് മുമ്പ് നിൻ്റെ കണ്ണിലെ കരട് നീ എടുത്തു മാറ്റുക. അവിടെ ഈശോ പറയുന്നുണ്ട്, നീ അവിടെ അങ്ങനെ എടുത്തു മാറ്റി കഴിയുമ്പോൾ നിനക്ക് മറ്റുള്ളവരെ തിരുത്തുവാനുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു കടമ നിനക്കുണ്ടാവുന്നു എന്നല്ല. അതിനേക്കാൾ ഉപരി ഈശോ പറയുന്നു, നിനക്ക് നിൻ്റെ കാഴ്ചയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ളൊരു കഴിവ് നിനക്കുണ്ടാകും. അപ്പോഴാണ്, അതുകൊണ്ടാണ് ഈ കണ്ണിലെ കരടെടുത്ത് മാറ്റുവാൻ പറയുന്നത്. പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കൂടെയുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കാനും അതിനെ സ്നേഹിക്കുവാനും അവരെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഭാഗങ്ങളാക്കി മാറ്റുവാനും ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു? അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എൻ്റെ കണ്ണിലെ കരടിനെ ഞാൻ മനസ്സിലാക്കുന്നില്ല. എൻ്റെ കണ്ണിലെ കരടിനെ ഞാൻ മനസ്സിലാക്കാത്തടത്തോളം കാലം എനിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാകില്ല. പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം നമുക്ക് ഈ ക്ലാരിറ്റി നഷ്ടമാകുന്നതുകൊണ്ടാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന്, ഏത് വിധത്തിലാണ് വ്യക്തിയെ കാണേണ്ടതെന്നുള്ള ആ ക്ലാരിറ്റി നമുക്ക് നഷ്ടമാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെ, കുടുംബജീവിതമായാലും സമൂഹ ജീവിതമായാലും ഈ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാൻ പറ്റാതെ ആവുന്നത് ഈ കണ്ണിലെ, സ്വന്തം കണ്ണിലെ കരടിനെ മനസ്സിലാക്കാതെ കാഴ്ചയ്ക്ക് ക്ലാരിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്. ഇനി രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നു, നിൻ്റെ ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നിൻ്റെ അധരം സംസാരിക്കുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലൊക്കെ വലിയ നന്മയുണ്ട്. എന്നാൽ ആ നന്മയെ വളർത്തുകയും തളർത്തുകയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്രത്തോളം നമ്മളുടെ നന്മയെ വളർത്തുന്നു, അത് പരസ്നേഹത്തിലൂടെയാണ് നമ്മളുടെ നന്മയെ നമ്മൾ വളർത്താറുള്ളത്. നമ്മളൊക്കെ ഈ പരസ്നേഹമില്ലാതെ സ്വാർത്ഥരായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ഹൃദയം എപ്പോഴും പാപപങ്കിലമായി മാറുന്നത്, നമ്മളുടെ ഹൃദയത്തിൽ തിന്മകൾ കടന്നുകൂടുന്നത്. അതുകൊണ്ടാണ് ഈ തിന്മ നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുമ്പോൾ വീണ്ടും നമുക്ക് മറ്റുള്ളവരെ നന്മയെ കാണുവാൻ കഴിയാതെ വരും. നമ്മൾക്കൊക്കെ പലപ്പോഴും അറിയാവുന്നൊരു കാര്യം, അഹങ്കാരികളായിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവനിലെ തിന്മയെ അവന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നാണ്. അതുപോലെ തന്നെയാണ് എളിമയുള്ള വ്യക്തിയുടെയും. എളിമയുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് കാണുന്നത് അവനൊരിക്കലും സ്വന്തം നന്മയും കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക, നമ്മൾക്കൊക്കെ നന്മകളുണ്ട്. ഈ നന്മകളെ നമ്മൾ വളർത്താറുണ്ടോ? ഇല്ലെങ്കിൽ നാം കൂടുതലും നമ്മളെ സ്വാർത്ഥരായിട്ട് ജീവിക്കുകയാണോ? പലപ്പോഴും നമ്മളൊക്കെ സ്വാർത്ഥരായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയാതെ പോകുന്നത്. നമുക്ക് അത്തരം സന്ദർഭങ്ങൾ നോക്കാം. അവയ്ക്കെല്ലാം മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈ ദിവ്യപൂജയ്ക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
കർത്താവേ കർത്താവേ സർവശക്തനാം ദൈവമേ, താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതീസുമേ, കർത്താവാം യേശുക്രിസ്തുവേ, ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നിത്യപിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകഗതി അങ്ങേ സമാധാനപൂർണമായ ക്രമവൽക്കരണത്താൽ നിയന്ത്രിക്കുവാനും അങ്ങേ സഭ അങ്ങേ പ്രശാന്തമായ ഭക്തിയാൽ ആനന്ദിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു. കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ? ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ, സഹോദര, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയുവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടനാട്യക്കാരാ, ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയും. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്നും അത്തിപ്പഴമോ ഞെരിൽ നിന്നും മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വത്സല മക്കളെ, നമ്മുടെ നവീകരണത്തിന് അനുയോജ്യമായ സമയം വിശുദ്ധ നോയമ്പ് ആഗതമാകുകയാണ്. 2022 മാർച്ച് 2 വിഭൂതി ബുധനാഴ്ച മുതൽ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണ ഉദ്ധാനം എന്നീ പെസഹ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടുള്ള ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം തുടങ്ങിയ വിശുദ്ധീകരണ വഴികളിലൂടെയാണ് നമ്മുടെ യാത്രയാണ് ഈ വിശുദ്ധ നോയമ്പുകാലം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. അതെ, മടി കൂടാതെ നന്മ ചെയ്യുവാൻ നമുക്ക് പ്രചോദനം ലഭിക്കുന്ന ഈ നോയമ്പ് കാലത്ത് ഉപവിപ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. കൃപയുടെ വിളവെടുപ്പ് അപ്പോൾ സാധ്യമാകും. അങ്ങനെ അനുഗ്രഹപൂരിതമായ ഉദ്ധാനത്തിരുന്ന് ആഘോഷിക്കുവാൻ നമുക്ക് കഴിയും. വിശുദ്ധ നോയമ്പുകാലം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ധ്യാനാത്മകമായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമുക്ക് ആശ്വാസം നൽകുന്നത് കുരിശിൻ്റെ തണൽ തന്നെയാണ്. നോയമ്പ് കാലത്ത് യേശുവിൻ്റെ പീഡാനുഭവ യാത്ര അനുസ്മരിച്ചുകൊണ്ട് നാം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളുമെല്ലാം നാം യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. നോയമ്പ് കാലത്തെ സുപ്രധാന പ്രാർത്ഥനാ രീതിയായ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ ഔദ്യോഗികമായി അംഗീകാരം നൽകിയതിൻ്റെ 50-ാം വർഷം വിശുദ്ധ സിൽവിയ കുരിശിൻ്റെ വഴിയിലെ സുപ്രധാന സംഭവങ്ങൾ അടിസ്ഥാനമാക്കി പ്രത്യേക പ്രാർത്ഥനകളും വിചിന്തനങ്ങളും ചേർത്ത് കർത്താവിൻ്റെ പീഡാനുഭവ യാത്ര നടന്ന വഴികളിലൂടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ഏറെ കാലങ്ങൾക്ക് ശേഷം 1686 ഇന്നസെൻ്റ് 11-ാമൻ പാപ്പയാണ് എല്ലാ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളിലും ചാപ്പലുകളിലും പ്രസ്തുത ചിത്രങ്ങളും കുരിശുകളും സ്ഥാപിച്ച് കുരിശിൻ്റെ വഴി നടത്തുവാൻ പ്രചോദിപ്പിച്ചത്. ജെറുസലേമിൽ കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ദണ്ഡവിമോചനം മറ്റു സ്ഥലങ്ങളിലും ഈ പ്രാർത്ഥന നടത്തിയാൽ ലഭ്യമാകുമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ആരംഭത്തിൽ 37 സ്ഥലങ്ങളിലായി പ്രാർത്ഥിച്ചിരുന്ന കുരിശിൻ്റെ വഴി 1731 ക്ലെമൻ്റ് 12-ാം പാപ്പ ഏറ്റവും പ്രധാനപ്പെട്ട 14 സ്ഥലങ്ങളിലാക്കി നിജപ്പെടുത്തി. ഫ്രാൻസിലെ ഫ്രാൻസിസ്കൻ മിഷണറിയായിരുന്ന വിശുദ്ധ ലെനാർദിൻ്റെ പരിശ്രമത്താൽ 14 സ്ഥലങ്ങളുള്ള ഈ കുരിശിൻ്റെ വഴി വിശുദ്ധ അൽഫോൻസ് ലിഗോരി രചിച്ച പ്രാർത്ഥനയോടുകൂടി ലോകമെമ്പാടും ദേവാലയങ്ങളിൽ സ്ഥാനം പിടിച്ചു. എല്ലാ നോയമ്പ് കാലങ്ങളും ധ്യാനാത്മകമായി നാം ചൊല്ലുന്ന കുരിശിൻ്റെ വഴി നമുക്ക് ശക്തി പകരുന്ന ഒരു പ്രാർത്ഥനയാണ്.
നമ്മുടെ സഹനങ്ങളും ആകുലതകളും രോഗങ്ങളും വേദനകളുമെല്ലാം യേശുവിൻ്റെ കുരിശോട് ചേർത്തുകൊണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ പ്രാർത്ഥനാപൂർവം നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവർണ്ണനീയമായ ആശ്വാസവും പ്രത്യാശയുമാണ് ലഭിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ വർഷത്തെ നോയമ്പുകാല സന്ദേശത്തിൽ പറയുന്നു, നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ ക്ഷീണിതരായിരിക്കാം എന്ന് ഭഗ്നാശരാകാതെ നാം പ്രാർത്ഥിക്കണം എന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം, കാരണം ദൈവാനുഗ്രഹങ്ങൾ ആവശ്യമാണ്. നാം നിസ്സാരരാണെന്ന് ഈ കോവിഡ് മഹാമാരി നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ വിശുദ്ധ നോയമ്പുകാലം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം പ്രദാനം ചെയ്യുന്ന സമാശ്വാസം അനുഭവിക്കുവാനുള്ള ഒരവസരമായി മാറണം. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് പറയുന്നു, നമ്മിലുള്ള തിന്മയുടെ വേരെടുത്ത് മാറ്റുന്നതിനും അനുരഞ്ജന കൂദാശയിലൂടെ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നതിനും നാം മടി കാണിക്കരുത് എന്ന് കാരണം സ്നേഹപിതാവായ ദൈവം വിശ്രമമില്ലാതെ വ്യവസ്ഥകളില്ലാതെ നമ്മോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നമ്മുടെ സഹോദരങ്ങളെയും അയൽക്കാരെയും സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും നന്മ ചെയ്യുന്നതിലും നാം എപ്പോഴും തൽപരരാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. അതെ, ഈ നോയമ്പുകാലം നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തുവാനും അവരുടെ ചാരത്തെത്തുവാനുമുള്ള ഒരവസരമാണ്. അവരെ അനുകമ്പയോടെ കേൾക്കുവാനും നല്ല വാക്കുകൾ പറയുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ നോയമ്പാചരണം അർത്ഥപൂർണമാകും. അങ്ങനെ മടി കൂടാതെ നന്മ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ നോയമ്പുകാലം ധന്യമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോവിഡ് മഹാമാരി പൂർണ്ണമായും നമ്മെ വിട്ടൊഴിഞ്ഞിട്ടില്ലാത്തതിനാൽ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമാക്കി എല്ലാ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളും പതിവ് പോലെ തന്നെ നടത്തണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വിശുദ്ധ നോയമ്പുകാലം അനുതാപത്തിൻ്റെയും അനുരഞ്ജന കുദാശയുടെയും നവ്യമായ ഒരനുഭവം നമുക്ക് സമ്മാനിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമോന്നത സത്യമായ യേശുവിൻ്റെ ഉദ്ധാന മഹത്വത്തിൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൈതൃക ആശീർവാദത്തോടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ അതിമെത്രാസന്ന മന്ദിരത്തിൽ നിന്ന് ഫെബ്രുവരി 22 ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രകാശം പ്രകാശവും പിതാവുമായ സത്യലേഖനമായി അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനെ തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടയ്ക്കപ്പെട്ട് വിശുദ്ധ ലിഖിതമനുസരിച്ച് 3-ാം തീയതി ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ച് വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയും പിതാവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രന് പുറപ്പെടുന്നവനും പിതാവിനോടൊപ്പം പുത്രനാവും ആരാധിക്കപ്പെടുന്നവർ സ്തുതിക്കപ്പെടുന്ന പ്രവാചകം വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും പാമായത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുന്നു. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനും വേണ്ടി ദൈവീക നന്മയുടെ സമൃദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൊതുഭരണാധികാരികൾക്ക് വേണ്ടി കർത്താവിൻ്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കാലാവസ്ഥയ്ക്കും വിളസമൃദ്ധിക്കും വേണ്ടി പ്രപഞ്ചത്തിൻ്റെ അധിപനായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വിശ്രാന്തി ലഭിക്കുന്നതിന് വേണ്ടി
സർവ മനുഷ്യരുടെയും വിധിയാളനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്ന നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം മൂലം വിഷമത അനുഭവിക്കുന്ന യുക്രൈനിലെ എല്ലാ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് തങ്ങളുടെ രാജ്യം നന്നായി ഭരിക്കുവാനും സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനുള്ള അനുഗ്രഹത്തിനായിട്ടും നമുക്ക് മൗനമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അനുവാദം ശ്രവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, അങ്ങേ നാമത്തിനായി അർപ്പിക്കപ്പെടേണ്ടവ അങ്ങേക്ക് നൽകുകയും ഞങ്ങളുടെ ശുശ്രൂഷയുടെ അർപ്പണത്തിനായി കാഴ്ചദ്രവ്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അങ്ങ് നൽകുന്നവ നേട്ടമായി തീരുവാനും അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്നവ ഞങ്ങൾക്ക് പ്രതിഫലമായി തീരുവാനും അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങൾ അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവമായ ആഘോഷത്തോടെ ആലപിക്കുന്നു.
മഹിമകര നിറഞ്ഞു മഹി വിണ്ടലവും നിറഞ്ഞു മഹി വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ ഹോസാന. തിരുനാമത്തിൽ വരുവോനേ വരുവോനേ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെ അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ അമ്മയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ നാമം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാന ഐക്യവും നൽകാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങനെ എൻ്റെ ആത്മാസുഖം പ്രാപിക്കും.
സ്നേഹമുള്ളവരെ, വരുന്ന ബുധനാഴ്ച മാർച്ച് 2-ാം തീയതി വിഭൂതി ബുധൻ വലിയ നോമ്പ് ആരംഭിക്കുന്ന പരിത്യാഗത്തിൻ്റെയും പുണ്യത്തിൻ്റെയും കൃപാദായകമായ ഒരു കാലഘട്ടം. അത്രയും യോഗ്യതയോടെ നമുക്കത് കൊണ്ടാടാൻ ഒരുങ്ങാം. നമ്മുടെ ദേവാലയത്തിൽ അന്നേ ദിനം രാവിലെ 5:45-നും 6:30-നും വൈകിട്ട് 6:30-നും പതിവ് പോലെ ദിവ്യബലി ഉണ്ടായിരിക്കും. രാവിലത്തെ 2 ദിവ്യബലിയിലും നമ്മൾ ചാരം പൂശലുണ്ടായിരിക്കും. അന്ന് ഉപവസിക്കാനുള്ള കടമയും നമുക്കുണ്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിലുള്ള ആശീർവദിച്ച കുരുത്തോലകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ദേവാലയത്തിൽ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് 5:30-നും വെള്ളിയാഴ്ചകളിൽ രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷവും കുരിശിൻ്റെ വഴി ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച നമുക്ക് വൈകിട്ട് ആരാധന 5:30 ഉള്ളതുകൊണ്ടാണ് രാവിലെ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നത്. നേതൃത്വം നൽകേണ്ട യൂണിറ്റുകളുടെയും സംഘടനകളുടെയും പേരുകൾ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. വരുന്ന ബുധനാഴ്ച വൈകിട്ടത്തെ കുരിശിൻ്റെ വഴിക്ക് സെൻറ്റ് ജൂഡ് യൂണിറ്റും വെള്ളിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷമുള്ള കുരിശിൻ്റെ വഴിക്ക് മരിയാംബിക യൂണിറ്റും നേതൃത്വം നൽകുന്നു. വരുന്ന വെള്ളിയാഴ്ച അതേപോലെ മാർച്ച് 4-ാം തീയതി മാസാദ്യ വെള്ളിയാഴ്ചയാണ്. പതിവ് പോലെയുള്ള ആരാധന രാവിലെ 6:30 മണിക്കുള്ള ദിവ്യബലി കഴിഞ്ഞിട്ട് കുരിശിൻ്റെ വഴിയും കഴിഞ്ഞിട്ട് നമ്മൾ ആരംഭിക്കുന്നു. വൈകിട്ട് 5:30-ക്ക് ദിവ്യബലിയും ദിവ്യകാരുണ്യ നോവേനയും ആരാധനയും ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൽ പോകുവാൻ ഇപ്പോഴും കഴിയാതെ പ്രായമായ രോഗികളുമായി വീട്ടിലിരിക്കുന്നവർക്ക് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് ആവശ്യമുള്ളവർ വിളിച്ചു പറയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സ്വോത്രക്കാഴ്ച 13,170 രൂപ. അൽമായ കർമ്മലീത്ത സഭയുടെ മാർച്ച് മാസത്തെ യോഗം മാർച്ച് 5-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:30-ന് ഹോളി ഫാമിലി ഹാളിൽ വെച്ച് ചേരുന്നതാണ്. എല്ലാ സമയങ്ങളും എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് താല്പര്യപ്പെടുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, രക്ഷാകരമായ ദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ ഈ കൂദാശയാൽ ഈ കാലയളവിൽ ഞങ്ങളെ അങ്ങ് പരിപോഷിപ്പിക്കുന്നത് പോലെ നിത്യജീവനിലും ഞങ്ങൾ പങ്കാളികളാകുവാൻ കാരുണ്യപൂർവ്വം ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു.